നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടോ? ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ ഇനിയും സാധിച്ചിട്ടില്ലേ? ദുഃഖവും നിരാശയും നിങ്ങളെ തളർത്തിയിരിക്കുന്നുവോ? മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന മാനസികാവസ്ഥയിലാണോ നിങ്ങൾ? തീർച്ചയായും ആചാര്യ ചാണക്യന്റെ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ശക്തമായ ഈ പാഠങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം മറിയുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധികളെയും തോൽവികളെയും മറികടന്ന് വിജയത്തിലേക്ക് പുതിയ തുടക്കം കുറിക്കുവാൻ വില്ലേജ് ലൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സുസ്വാഗതം. ഒന്നാമതായി, നിങ്ങളുടെ ഭാവി കാലം എന്തായി തീരുമെന്നതിന് ഇന്നലെ വരെയുള്ള വീഴ്ചകളിലേക്ക് നിങ്ങൾ നോക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായും ജീവിതവും മാറ്റിമറിക്കുവാൻ കഴിയും വിധം ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലകളിൽ നമുക്കൊന്നും ചെയ്യുവാൻ ഇനി കഴിയുകയില്ല, അതുപോലെ തന്നെ നാളുകളിലും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിമിഷം വരെ സംഭവിച്ച പരാജയങ്ങൾ മനസ്സിനെ തളർത്താൻ ഒരിക്കലും അനുവദിക്കരുത്. നാളുകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും നമ്മെ ഒരു വിധത്തിലും സഹായിക്കുന്നില്ല. എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്ന ഈ നിമിഷം പുതിയ തുടക്കം കുറിക്കുവാനുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ നാം ആഴമായി വിശകലനം ചെയ്യണം. ജീവിതത്തിലുണ്ടായ എല്ലാ പരാജയങ്ങളും തകർച്ചകളും ദുരിതാനുഭവങ്ങളും നമുക്ക് അറിവ് പകർന്നു നൽകുന്ന ഏറ്റവും നല്ല അധ്യാപകനാണ്. നമ്മുടെ തെറ്റുകളിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ വീഴ്ചകൾ കാണുമ്പോൾ അതും നാം പാഠ്യ വിഷയമാക്കി മാറ്റണം. അവയിൽ നിന്ന് നമുക്ക് ധാരാളം അറിവ് ലഭിക്കുന്നു. ജീവിതത്തിൽ നിരവധിയായ പരാജയങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ച എബ്രഹാം ലിങ്കൺ അവസാനം വിജയിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മാത്രമാണ്. നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമായിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന നല്ല നാളുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ലോകത്തിലെ അതിസമ്പന്നന്മാരായി തീർന്ന അനേകരുടെയും പൂർവ്വകാല ജീവിതം വമ്പിച്ച പരാജയങ്ങൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പരാജയങ്ങൾ അവരെ തളർത്തുകയല്ല ചെയ്തത്, കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് പോകുവാനുള്ള പ്രേരക ശക്തിയാക്കി അവർ മാറ്റി. നിങ്ങൾ ഉറങ്ങുന്ന നിർജീവമായ അവസ്ഥാവിശേഷങ്ങളിൽ നിന്നുണരുക. കാലം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന മഹാവിജയത്തെ സ്വന്തമാക്കുക. രണ്ടാമതായി, നഷ്ടപ്പെട്ടുപോയ ഇച്ഛാശക്തിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു അഥവാ സംഭവിച്ചില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനുള്ള ദൃഢനിശ്ചയമുണ്ടോ എന്നുള്ളത് മാത്രമാണ് ജീവിത വിജയത്തിന് ആവശ്യമായിരിക്കുന്ന പ്രധാന ഘടകം. എനിക്ക് വിജയിച്ചേ മതിയാവൂ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് സ്വയം ഹൃദയത്തിൽ പറയണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട വിജയത്തെ മാത്രം കാണുകയും അത് ജീവിതത്തിൽ നേടിയെടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ മുമ്പോട്ട് പോകാൻ പരിശീലിക്കുകയും ചെയ്യുക. ജീവിത പരാജയം എന്നത് മനസ്സിന്റെ പരാജയമാണ്, ഇച്ഛാശക്തിയുടെ പരാജയമാണ്. നിങ്ങളുടെ മനസ്സ് ഒരു ഭാഗ്യവസ്തുവല്ല, അത് തികച്ചും ആന്തരികമാണ്. ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിധം തീർത്തും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളാണത്. ആ മനസ്സിനെ തകർക്കുവാൻ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരാജയപ്പെടാൻ, തളർന്നു പോകാൻ മനസ്സ് തയ്യാറാകാത്തിടത്തോളം വിജയം ഏറ്റവും സമീപസ്ഥമാണ്. അത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് ഹൃദയത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലുള്ള ഉറച്ച നിശ്ചയമാണ് എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ലക്ഷ്യത്തെ നേടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദൃഢനിശ്ചയമില്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നും നേടുവാനാവുകയില്ല. ലക്ഷ്യത്തിലേക്ക് പോകാൻ ദൃഢമായ മനസ്സാണ് നിങ്ങളെ സഹായിക്കുക. മനസ്സ് ദുർബലമായാൽ എല്ലാ വഴികളും അടച്ചുപൂട്ടും. ജീവിതയാത്രയിൽ തോൽവികൾ അനിവാര്യമാണ്. ദൃഢനിശ്ചയം ആ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ഇരട്ടി ശക്തി പ്രദാനം ചെയ്യുന്നു. ദൃഢനിശ്ചയമുള്ളവർ കാണുന്നത് ലക്ഷ്യത്തെ മാത്രമാണ്. സാഹചര്യങ്ങളെയോ പരാജയങ്ങളെയോ ഒരിക്കലും വലുതായി കാണുകയോ അവയെ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ മുമ്പോട്ട് കുതിക്കുവാൻ ദൃഢനിശ്ചയം ഒരു വ്യക്തിയെ ശക്തമായി പ്രേരിപ്പിക്കുന്നു. മൂന്നാമതായി, ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് സ്ഥിരതയോടെ പരിശ്രമിക്കുവാനാണ്. വളരെ വേഗത്തിലല്ല പോകുന്നതെങ്കിലും, വളരെ കഠിനമായും തീവ്രമായുമല്ല പ്രവർത്തിക്കുന്നതെങ്കിലും,
പ്രവർത്തനത്തിന്റെ സ്ഥിരത നിലനിർത്തിയാൽ ലക്ഷ്യത്തിൽ തീർച്ചയായും എത്തിച്ചേരുമെന്നുള്ളത് നിശ്ചയമാണ്. ആമയുടെയും മുതലയുടെയും കഥ നാം ഏവർക്കും അറിയാവുന്നതാണല്ലോ. വളരെ കഠിനമായി പ്രവർത്തിക്കുന്നവരെക്കാൾ ആയാസരഹിതവും സുഗമവുമായി സാവകാശമെങ്കിലും സ്ഥിരമായി അധ്വാനിക്കുന്നവർ ജീവിതത്തിൽ വിജയം നേടുന്നു. അലസത കൂടാതെ ജീവിതത്തിൽ സ്ഥിരതയോടെ അധ്വാനിക്കുവാനുള്ള ഒരു മനോഭാവവും ജീവിതശൈലിയും വളർത്തിയെടുത്താൽ അതൊരു വ്യക്തിയുടെ മഹാവിജയമാണ്. താൽക്കാലികമായ ജയപരാജയങ്ങളെക്കാൾ വലുത് ഇത്തരം ജീവിതശൈലി നേടിയെടുക്കുക എന്നുള്ളതാണ്. ജയപരാജയങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും, എന്നാൽ സ്ഥിരോത്സാഹിയെ അതൊന്നും ബാധിക്കുകയില്ല. യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ അവർക്ക് വിശ്രമമുള്ളൂ. നാലാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ വലുതായി ആരംഭിക്കാതെ ലഘുവായി തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ആരംഭശൂരത്വം പലപ്പോഴും പരാജയത്തിന് കാരണമായി തീരുന്നു. കായിക പരിശീലനം തുടങ്ങുന്ന വ്യക്തി ആയാസം കൂടാതെയുള്ള വ്യായാമങ്ങളിലൂടെ തുടക്കം കുറിച്ചാൽ ആഴ്ചകൾ പിന്നിടുമ്പോൾ കൂടുതൽ കഠിനമായ പരിശീലനത്തിൽ ഏർപ്പെടാൻ ശാരീരികവും മാനസികവുമായി സജ്ജമായി തീരും. എന്നാൽ കഠിനമായ പരിശീലനങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ തളർന്നു പോകുവാനും മാനസികമായി താല്പര്യം കുറയാനും ശരീരം രോഗബാധിതമായി തീരാനും കാരണമായി തീരും. അങ്ങനെ പരിശീലനം തുടക്കത്തിൽ തന്നെ നിർത്തിപ്പോകാം. ബിസിനസ് ആരംഭിക്കുന്ന വ്യക്തി വൻ നിക്ഷേപം നടത്തി ആരംഭിച്ചാൽ ആ ബിസിനസ് തകരാനുള്ള സാധ്യത ഏറെയാണ്. കുറഞ്ഞ മുടക്കുമുതലിൽ ആരംഭിച്ച് ബിസിനസിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നിക്ഷേപം നടത്തി മുന്നേറിയാൽ അത് വിജയത്തിലേക്ക് നയിക്കും. ജീവിതത്തിൽ ഒന്നും തുടങ്ങുവാൻ ആത്മവിശ്വാസമില്ലാത്തവർക്കും ചെറിയ രീതിയിൽ തുടക്കം കുറിക്കാവുന്നതാണ്. പ്രധാന കാര്യം നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ശരിയായ പാതയിലാണോ എന്നുള്ളത് മാത്രമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നത്, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരു വ്യക്തി തന്നോട് തന്നെ 3 കാര്യങ്ങൾ ചോദിക്കണമെന്നാണ്. 1. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്? 2. ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? 3. ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? ഈ 3 ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ലഭിച്ചതിനു ശേഷം മാത്രമേ ഒരു വിഷയത്തിലേക്ക് ചുവടുകൾ എടുത്തു വെക്കാവൂ എന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അത് പരാജയപ്പെടാനുള്ള സാധ്യത കുറയ്ക്കും. 5. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ നല്ല അനുഭവങ്ങളെ ഓർക്കുകയും ഹൃദയം കൃതജ്ഞതയും സന്തോഷവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെയും ജീവിതം മുഴുവൻ ഇരുൾ നിറഞ്ഞതായിരിക്കുകയില്ല. എന്നിരുന്നാലും ജീവിതത്തിലെ നിഴൽ വീണ അനുഭവങ്ങളിലേക്ക് നോക്കി ദുഃഖിതരായിരിക്കുന്നവരാണ് ജീവിതത്തിൽ അധികവും. അത് പരാജയത്തിന് കാരണമായി തീരുന്നു. ജീവിതത്തിലെ ചെറിയ വിജയങ്ങളെയും സ്വയം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ടു പോകുവാനുള്ള പ്രേരക ശക്തിയായി ഉപയോഗിക്കുക. ശുഭാപ്തി വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദിയുള്ള വ്യക്തിയാവുക. കൃതജ്ഞതയുള്ള വ്യക്തിയുടെ ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നു. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്ന ഈ 5 പാഠങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതം പുനർനിർമ്മിക്കുവാൻ ശക്തമാണ്. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.